എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ബീറ്റ് അന്ധകാര എന്ന സിനിമയെക്കുറിച്ചാണ്. സുധീർ കരമന, ദിവ്യ പിള്ളൈ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് അന്ധകാര. ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ബീറ്റ് ആരോമല എന്ന സിനിമയെക്കുറിച്ചാണ്. ഫീൽ ഗുഡ് റൊമാൻറ്റിക് ജോണറിൽ സാരംഗ സംവിധാനം ചെയ്ത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ആരോമലെ. ജിയോ ഹോട്ട്സ്റ്റാർ നേരത്തെ തന്നെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമയിൽ കിഷൻദാസ് ആണ് നായകനായി എത്തുന്നത്. ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകൾ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷയിൽ സ്ട്രീം ചെയ്തിട്ടുണ്ട്. അടുത്ത ബീറ്റ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയെക്കുറിച്ചാണ്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ഡ്രാമ കോമഡി സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഇപ്പോഴത്തെ മനോരമ മാക്സ് വഴി ഈ സിനിമ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത ബീറ്റ് സാലി മുഹമ്മദ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ബോളിവുഡ് സിനിമയാണ്. അനുരാഗ് കശ്യപ് നായകനായി രാധിക പ്രധാന റോളിലെത്തി C5 OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോൾ C5 വഴി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത ബീറ്റ് കാന്ത എന്ന സിനിമയെക്കുറിച്ചാണ്. ദുൽഖർ സൽമാൻ നായകനായി കഴിഞ്ഞ മാസം പുറത്തിറങ്ങി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത മറ്റൊരു തമിഴ് സിനിമയാണ് കാന്ത. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കാന്ത ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ബീറ്റ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് വേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. GVM സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായി പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ് ഡൊമിനിക്. ജനുവരി ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു അഭിപ്രായം തന്നെയാണ് ലഭിച്ചത്. ഇപ്പോഴത്തെ 10 മാസത്തിന് ശേഷം ചിത്രം OTT റിലീസിനൊരുങ്ങുകയാണ്. C5 ഒഫീഷ്യലായി OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ അടുത്ത ആഴ്ച ഡിസംബർ 19 C5 വഴി OTT റിലീസ് ചെയ്യും. ഏറ്റവും അവസാനമായി ഫാർമയുടെ അപ്ഡേറ്റിലേക്ക് വന്നാൽ, നിവിൻ പോളി നായകനായി ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് പ്ലാൻ ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസ് ആണ് ഫാർമ. അരുൺ പ്രഭു സംവിധാനം ചെയ്ത സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഡ്രാമ ത്രില്ലർ വെബ് സീരീസ് ഡിസംബർ 19 ക്രിസ്മസ് സ്പെഷ്യലായി ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ സ്ട്രീം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.